ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് കുറച്ച് ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അതിൽ ആദ്യത്തെ പോയിന്റാണ് മാസ് ആൻഡ് ഡെൻസിറ്റി ഓഫ് എർത്ത്. എർത്തിന്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിനുള്ള ഒരു ഫോർമുലയും, അതുപോലെ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം അതിനുള്ള ഒരു ഫോർമുലയും, അതുപോലെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ വാല്യൂസ്. അപ്പോൾ ആദ്യം നമുക്ക് മാസ് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റാണ് മാസ് ഓഫ് എർത്തിന്റെ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. നമുക്ക് ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ആയിട്ട് G ഈക്വൽ ടു G/M/r² എന്നൊരു ഫോർമുലയുണ്ട്. ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് നേരിട്ട് മാസ് എന്നുള്ള ഫോർമുലയിലേക്ക് എഴുതി കഴിഞ്ഞാൽ ഈ r² ജിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുക, മാസിനെ അതിനെ താഴത്തേക്ക് കൊണ്ടുവന്നാൽ എന്താവും? ഇറ്റ് ഈസ് G/r² ഡിവൈഡഡ് ബൈ G അല്ലെ. ഈ ഒരു ഫോർമുലയാണ് മാസ് കണ്ടുപിടിക്കാൻ ഉള്ള. എർത്തിന്റെ മാസ് ആയാലും വേറെ ഏത് ഒരു ക്വാണ്ടിറ്റിയുടെ മാസ് ആയാലും ഈ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞാൽ മാസ് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ ഇതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തൊക്കെ വാല്യൂസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് ഓഫ് G, സ്മോൾ ലെറ്റർ G, ക്യാപിറ്റൽ G ആൻഡ് R. ഇതിന്റെയൊക്കെ വാല്യൂസ് നമുക്കറിയാം. G ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. Capital G is equal to 6.67 into 10⁻⁻11 Newton meter square kilogram ⁻². അതുപോലെ R is equal to 6400 അല്ലെങ്കിൽ മീറ്ററിലാക്കുമ്പോൾ 6.4 into 10⁻6 മീറ്റർ. അപ്പൊ ഇത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാസിന്റെ വാല്യൂ 9.8 into 6.4 into 10⁻6 whole square divided by 6.67 into 10⁻11. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ 6 into 10⁻24 കിലോഗ്രാം. ഒരു അപ്രോക്സിമേഷൻ ആണ്, ഒരു എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റി 5.98 സംതിങ് ആണ് കിട്ടുക. 6 എന്നുള്ള വാല്യൂവിലേക്ക് അതിനെ നമ്മൾ ചെറുതാക്കി എഴുതി അല്ലെ. ഇതേപോലെ തന്നെ ഇതിലെ രണ്ടാമത്തെ കാര്യമായിട്ടുള്ള ഡെൻസിറ്റി എങ്ങനെ വരുന്നു നോക്കാം. ഡെൻസിറ്റി ഓഫ് എർത്ത്. ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതിനെ ഒരു ഹോമോജീനിയസ് സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ കൺസിഡർ എർത്ത് ആസ് എ ഹോമോജീനിയസ് സ്ഫിയർ. ഹോമോജീനിയസ് സ്ഫിയർ ആയിട്ട് എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. എന്താണ് ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ? യൂണിഫോം ഡെൻസിറ്റി ആണ് എല്ലായിടത്തും ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഹോമോജീനിയസ് സ്ഫിയർ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഡെൻസിറ്റിയുടെ ഫോർമുല എന്തായിട്ട് എഴുതാം? ഡെൻസിറ്റിയുടെ ജനറൽ ഫോർമുല എന്താണ്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലെ. അപ്പൊ റോ ഈസ് ഈക്വൽ ടു M ബൈ വോളിയം ഓഫ് സ്ഫിയർ എന്താണ്? 4/3 πr³. അപ്പോ M ബൈ 4/3 πr³. ഇതിൽ മാസിനെ ഓൾറെഡി നമ്മളൊരു ഫോർമുല ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്മോൾ ലെറ്റർ G r² by capital G divided by 4/3 πr³. ഇതിലെ നമുക്ക് ഈ ബൈ ഉള്ളതൊക്കെ മാറ്റി റെസിപ്രോക്കൽ എടുത്ത് ഗുണിച്ചിട്ടൊക്കെ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്താണ്? 3 സ്മോൾ ലെറ്റർ G divided by 4 pi capital G capital R. ഇതാണ് ഡെൻസിറ്റിയുടെ ഫോർമുല. നേരത്തെ പറഞ്ഞ പോലെ ജിയുടെയും പൈന്റെയും ആറിന്റെയും ഒക്കെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ substituting the values of small letter G, capital G and R ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? 3 into 9.8 divided by 4 into pi into 6.67 into 10⁻⁻11 into 6.4 into 10⁻6. ഇത്രയും ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ ഈസ് 5.5 into 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇതാണ് ഡെൻസിറ്റി. അപ്പൊ ആദ്യത്തെ നമ്മൾ പറഞ്ഞ അപ്പൊ നമുക്ക് കിട്ടുന്നത് 3 into 9.8 by 4 pi into 6.67 into 10⁻⁻11 into 6.4 into 10⁻6 വില എന്താണ്? 5.5 into 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എഴുതിയതായിട്ട് കാണാം. Cavendish is said to have been the first person to have weighed the earth. Comment.
എന്നുവെച്ചാൽ എന്താണ്? ഭൂമിയെ ആദ്യമായി വെയ് ചെയ്തത്, അതായത് ഭാരമല്ല ശരിക്കും ഉദ്ദേശിച്ചത് മാസാണ് അല്ലെ. ഭൂമിയെ ആദ്യമായി മാസ് കണ്ടുപിടിച്ചത് കാവൻഡിഷ് ആണ് എന്ന് പറയാൻ എന്താണ് കാരണം? ഇത്രയേ ഉള്ളൂ. നമുക്ക് മാസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്, മാസ് ഓഫ് എർത്തിന്റെ ഫോർമുല എന്താണ്? നേരത്തെ നമ്മളിപ്പോ കണ്ടുപിടിച്ചതാണ്. മാസ് ഓഫ് എർത്ത് m=, സ്മോൾ ലെറ്റർ g r² by ക്യാപിറ്റൽ G അല്ലെ. ഈ ഇക്വേഷനിൽ നമുക്ക് സ്മോൾ ലെറ്റർ ജിയും ആറും ജിയും അറിഞ്ഞാൽ മാസ് കണ്ടുപിടിക്കാം. ഇതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഈ ക്യാപിറ്റൽ ജിയുടെ വില കണ്ടുപിടിച്ച ആളാണ് കാവൻഡിഷ്. അതുകൊണ്ട് തന്നെയാണ് മാസ് ഓഫ് എർത്ത് അളന്ന ആദ്യത്തെ ആളായിട്ട് കാവൻഡിഷിനെ കണക്കാക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കമന്റ് ചെയ്യുക? കാവൻഡിഷ് ഫൗണ്ട് ദ വാല്യൂ ഓഫ് ജി ബൈ നോയിങ് സ്മോൾ ലെറ്റർ ജി, ക്യാപിറ്റൽ ജി ആൻഡ് ആർ, മാസ് ഓഫ് എർത്ത് ക്യാൻ ബി ഫൗണ്ട്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്, Cavendish is said to have been the first person to have weighed the earth. ഇതാണ് ഈ ചോദ്യത്തിന് കമന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ് ആണ്. കുറച്ചു കാലമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മാസ്, വെയിറ്റ് എന്നുള്ള ക്വാണ്ടിറ്റീസ്. അപ്പൊ അതെന്താണെന്ന് അറിഞ്ഞ് നമുക്ക് അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിൽ ആദ്യമായി തന്നെ അതിന്റെ ഡെഫിനേഷൻ ആണ്. മാസ് എന്താണ്, വാട്ട് ഈസ് മെന്റ് ബൈ മാസ് ചോദിച്ചാലുള്ള ഉത്തരമാണ് ആദ്യത്തെ. ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ദാറ്റ് എ ബോഡി കണ്ടെയ്ൻസ്. ഒരു ബോഡി നിർമ്മിക്കാൻ അതിനുള്ളിൽ എന്തൊക്കെ മാറ്റർ ഉണ്ടോ ആ മാറ്ററിന്റെ അളവിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. വെയിറ്റോ, ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ടിങ് ഓൺ ദാറ്റ് ബോഡി. ഏത് ബോഡിയുടെ വെയിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ആ ബോഡിയുടെ പുറത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഫോഴ്സിന്റെ അളവാണ് അതിന്റെ വെയിറ്റ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F mg എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ Gmm/r² mg എന്നും എഴുതാം. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ അടുത്ത ഫോർമുലയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. മാസിനെ നമ്മൾ m കൊണ്ടാണ് സൂചിപ്പിക്കുക. വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg ആണ്. അതിൽ m×g ചെയ്താലാണ് വെയിറ്റ് കിട്ടുക. അതുകൊണ്ട് തന്നെ അടുത്ത പോയിന്റിൽ നമുക്ക് പറയാം മാസ് ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. അതിനെ വേറെ ഒന്നിൽ നിന്നും നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല. ബട്ട് വെയിറ്റ് ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. കാരണം വെയിറ്റ് കണ്ടുപിടിക്കാൻ മാസും ജിയും കൂടി ഗുണിക്കണം അല്ലെ. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാസ് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കും. അപ്പോ വെയിറ്റ് ആണെങ്കിലോ അത് ഓരോ പ്ലേസ് മാറുന്നതിനനുസരിച്ച് മാറും. കാരണം വെയിറ്റ് = mg ജി മാറിക്കഴിഞ്ഞാൽ വെയിറ്റ് മാറും അല്ലെ. അപ്പൊ പ്ലേസ് ടു പ്ലേസ് എന്ന് പറഞ്ഞാൽ വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വെയിറ്റിനും അവിടെ മാറ്റമുണ്ടാവും. ഫോർ എക്സാമ്പിൾ പോൾസിൽ വെയിറ്റ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഇക്വേറ്ററിലാണെങ്കിലോ വെയിറ്റ് കുറവായിരിക്കും. ഇപ്പോൾ ഒരേ വസ്തു തന്നെ പോൾസിൽ വെച്ചാലും ഇക്വേറ്ററിൽ വെച്ചാലും അതിന്റെ വെയിറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. അടുത്ത പോയിന്റ് അറ്റ് ദ സെന്റർ ഓഫ് എർത്ത്. സെന്ററിൽ വെക്കുന്ന ഒരു ബോഡിയുടെ മാസ് റിമെയിൻ സെയിം ആണ്. മാസിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. സർഫസിൽ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ മാസായിരിക്കും. പക്ഷെ വെയിറ്റ് വ്യത്യാസം വന്നിട്ടുണ്ടാവും. കാരണം ജിയുടെ വില അവിടെ 0 ആണ്. അതുകൊണ്ട് തന്നെ വെയിറ്റും 0 ആണ്. ലാസ്റ്റ് പോയിന്റ് നമ്മൾ എഴുതുന്നത് അതിന്റെ യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ഓഫ് മാസ് ഈസ് kg, whereas SI യൂണിറ്റ് ഓഫ് വെയിറ്റ് ഈസ് ന്യൂട്ടൺ. കാരണം ഇറ്റ് ഈസ് എ ഫോഴ്സ് അല്ലെ. ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞിട്ട് ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ്, ഫോഴ്സിന്റെ യൂണിറ്റ് ആയിട്ടുള്ള ന്യൂട്ടൺ ആണ്. വെയിറ്റിന് നമ്മൾ സാധാരണയായിട്ട് വേറൊരു യൂണിറ്റും കൂടി കാണാറുണ്ട്. അതിലൊന്നാണ് കിലോഗ്രാം വെയിറ്റ്. കിലോഗ്രാം വെയിറ്റിന് ഇതാ ഇങ്ങനെയാണ് ഷോർട്ടായിട്ട് ചെയ്ത kg പിന്നെ WT, കിലോഗ്രാം വെയിറ്റ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ വരുന്ന വേറൊരു ക്വാണ്ടിറ്റിയാണ് കിലോഗ്രാം ഫോഴ്സ്. ഇത്രയും നീട്ടി എഴുതാറില്ല. യൂണിറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ സിമ്പിളായിട്ട് kgf എന്നാണ് എഴുതുക. കിലോഗ്രാം ഫോഴ്സ് എന്ന് കാണിക്കാം. ഇത് രണ്ടും SI യൂണിറ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ന്യൂട്ടണിലേക്ക് മാറ്റാനുള്ള ഒരു വഴി അറിയണം അല്ലെ. അതിതാണ് 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ. 1 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ. അതായത് ഇത് രണ്ടും ഏകദേശം സെയിം ക്വാണ്ടിറ്റി ആണ്. അതിന്റെ നൊട്ടേഷൻ മാത്രം വ്യത്യാസം പെടുന്നുള്ളൂ. പക്ഷെ ഇത് രണ്ടും ഒരേപോലെയാണ് ഉപയോഗിക്കുന്നത്. രണ്ടും എന്തിന് തുല്യമാണ്? 9.8 ന്യൂട്ടണ് തുല്യമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസും അതുപോലെ മാസിന് വരുന്ന
മറ്റൊരു യൂണിറ്റ്. അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത പോയിന്റ് ആണ് ഇനേർഷ്യൽ മാസ് ആൻഡ് ഗ്രാവിറ്റേഷണൽ മാസ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇനേർഷ്യൽ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫോർമുല അവിടെ എഴുതിയിട്ടുണ്ട്. എം ഈക്വൽ ടു എഫ് ബൈ എ അല്ലെ. എം ഈക്വൽ ടു എഫ് ബൈ എ എന്ന് തന്നെ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഉണ്ടാക്കാം. അത് രണ്ട് ക്വാണ്ടിറ്റീസിന്റെ റേഷ്യോ ആണ്. എന്തിന്റെയൊക്കെയാണ്? ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ബോഡിയുടെയും ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബോഡിയുടെയും അല്ലെ, പ്രൊഡ്യൂസ്ഡ് ഓൺ ദ ബോഡിയുടെയും. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഡെഫിനിഷൻ. ഇനേർഷ്യൽ മാസ് ഓഫ് എ ബോഡി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ബിറ്റ്വീൻ, ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ബോഡി, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എഴുതിയാലും മതി, ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ്. ഇപ്പൊ എഫും എയും തമ്മിലുള്ള റേഷ്യോ ആണ് ഇനേർഷ്യൽ മാസ്. അതേസമയം ഗ്രാവിറ്റേഷണൽ മാസ് എന്ന് പറഞ്ഞാലോ വെയിറ്റും ജിയും തമ്മിലുള്ള റേഷ്യോ ആണ്. മാസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഫോർമുലയിൽ വെയിറ്റും ജിയും തമ്മിലാണ് റേഷ്യോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ബിറ്റ്വീൻ വെയിറ്റ് ഓഫ് എ ബോഡി ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ. ഗ്രാവിറ്റി മൂലമുള്ള ത്വരണമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ ആക്സിലറേഷൻ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പെർട്ടിക്കുലർലി എന്താണ് ഉദ്ദേശം? ഈ വസ്തു നീങ്ങുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇഫക്റ്റിലായിരിക്കും. പക്ഷെ ഇത് രണ്ടും എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്? രണ്ട് ഡിഫറെന്റ് വേസിലാണെങ്കിലും ദേ ആർ ദ സെയിം അല്ലെ. അത് ഒരുപോലെ തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.